ഹലോ, ഗുഡ് മോർണിംഗ്. ഇപ്പം സമയം വെളുപ്പിനെ 4 മണിയായിട്ടേ ഉള്ളേ. ഇപ്പം രാവിലെ എഴുന്നേറ്റ് ഞാൻ കുളിച്ച് ആദ്യക്കുട്ടനെയും കുളിപ്പിച്ച് റെഡിയാക്കി അവന് കുടിക്കാനായിട്ട് ചായയൊക്കെ കൊടുത്തിട്ട് ഞാനിനിയും പോകാൻ വേണ്ടിയിട്ട് റെഡി ആകുവാണേ. അപ്പം ഞങ്ങൾ ഇത്രയും രാവിലെ ആയിട്ട് എവിടെ പോകുന്നല്ലേ, നമ്മൾ കുറച്ച് സ്ഥലത്തോട്ട് പോകുവാണേ. അപ്പം അതെവിടെയാണെന്ന് പറയാമേ. ഞങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഡ്രസ്സ്. ഓക്കെ, അപ്പം ഞങ്ങൾ ഇറങ്ങട്ടെ. ഹായ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ ഞങ്ങൾ ചക്കുളത്തുകാവിൽ കുറച്ച് അമ്പലങ്ങളിലോട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയേക്കുന്ന തീർത്ഥാടന ദിവസമാണ്. അപ്പോൾ ഞാനുണ്ട്, ഞങ്ങളുണ്ട്, ഇതേണ്ട അച്ഛനുണ്ട്, അമ്മയുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ചക്കുളത്ത് പോകാനാണ്. ഓക്കെ. അപ്പം ആദ്യം നമ്മൾ ചക്കുളംകാവിലോട്ടാണ് കേട്ടോ വന്നത്. നേരമൊക്കെ വെളുത്ത് വരുന്നുള്ളൂ കേട്ടോ. സമയം ഇപ്പോൾ ഒരു 5 മണി 5:15 ആയിട്ടുണ്ടാവും, അത്രേ ആയിട്ടുള്ളൂ. കൊണ്ട് നല്ല ഇരുട്ടാണ്. അപ്പം അമ്പലത്തിൽ പറഞ്ഞ പോലെ കടകളൊക്കെ ആണെങ്കിലും കേട്ടോ തുറന്ന് വരുന്നതേ ഉള്ളൂ. അതുപോലെ ആളുകളൊന്നും ഇല്ല, തിരക്ക് ഭയങ്കര കുറവാണ് കേട്ടോ. കുറച്ച് നമ്മളും പിന്നെ കുറച്ച് ആളുകളൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല പോലെ നമുക്ക് തൊഴാൻ സാധിച്ചു കേട്ടോ. അത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് കരുതുക. കാരണം എല്ലാ പ്രാവശ്യം നമ്മൾ പോയിട്ടുള്ളപ്പോൾ എല്ലാം ഭയങ്കര ക്യൂവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. നമ്മൾ പെട്ടെന്ന് തൊഴുതു പോകുമായിരുന്നു. ഇതിപ്പോൾ നമുക്ക് നന്നായിട്ട് ദേവിയെ തൊഴാൻ സാധിച്ചു കേട്ടോ, ഇത്രയും വെളുപ്പിനെ വന്നുകൊണ്ട്. പിന്നെ ഇത് നമ്മുടെ രാധാകൃഷ്ണന്റെ ഒരു രൂപം കേട്ടോ. നമുക്ക് അവരുടെ കൂടെ കുറച്ച് നേരം അവിടെ ഊഞ്ഞാലൊക്കെ ആടാൻ സാധിക്കും. അപ്പം ഞാൻ അവിടെ ഒരാളോട് ചോദിച്ചു കേട്ടോ, വീഡിയോ എടുക്കാൻ പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് അമ്പലത്തിൽ നിന്ന് വീഡിയോ എടുത്തത്. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. അവർ പറഞ്ഞു കുഴപ്പമില്ലെന്ന് പറഞ്ഞു, അതാണ് എടുത്തത്. പിന്നെ അതേ ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ 2 സൈഡിൽ ഇതുപോലെ 2 ആനകളുടെ പ്രതിമയൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്ന 2 ആനക്കുട്ടന്മാരുമായിട്ട്. അങ്ങനെ ചക്കുളത്ത് നമ്മൾ എല്ലായിടത്തും ഒന്ന് തൊഴുതിറങ്ങിയേ. രാവിലെ വെളുപ്പിനെ വന്നുകൊണ്ട് വലിയ തിരക്കേ ഉണ്ടായിരുന്നില്ല. ഇപ്പം ആളായി വരുന്നുണ്ട്. ഞങ്ങൾ ഇനി നേരെ മണ്ണാറശാലയ്ക്ക് വിടുക. അപ്പം അടുത്തത് മണ്ണാറശാലയ്ക്ക് പോകാമെന്നായിരുന്നു കരുതിയത്. പക്ഷെ നമ്മൾ കടന്നു പോകുന്നത് ഹരിപ്പാട് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ്. അപ്പം പിന്നെ പോയി തിരിച്ചു വരേണ്ട കാര്യമില്ല, ഇവിടെ കയറിയിട്ട് അങ്ങ് പോകാമെന്ന് ഓർത്ത് നമ്മൾ ആദ്യമേ ഹരിപ്പാട് അമ്പലത്തിൽ കയറി കേട്ടോ. അതും നല്ല വലിയൊരു അമ്പലം കേട്ടോ. ഞാനിതിന് മുന്നിൽ ഒരു വട്ടം ഇവിടെയും വന്നിട്ടുണ്ട്. ചക്കുളത്ത് പിന്നെ നമ്മൾ കൊച്ചിലെ തൊട്ട് ഒത്തിരി വട്ടം പോയിട്ടുള്ളതാണ്. ഇതോടെ പോവാ. ഞങ്ങളെ നമ്മൾ രണ്ടാമത് മണ്ണാറശാല കയറാമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു വന്നത്. അപ്പം നമ്മൾ കടന്നു പോകുന്നത് ഈ ഹരിപ്പാടമ്പലത്തിൻ്റെ അതിലായതുകൊണ്ട് ആദ്യമേ അവിടെ കയറി. ഇനിയിപ്പം നേരെ നമ്മൾ മണ്ണാറശാലയ്ക്ക് പോകുമ്പോൾ അല്ലേ, ഇനി മണ്ണാറശാലയിലേക്ക്. ഇത് ഹരിപ്പാടമ്പലത്തിൻ്റെ പുറത്തുള്ളൊരു സ്ഥലം കേട്ടോ, ആൽമരച്ചോടാണ്. അപ്പം ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് ഫോട്ടോസൊക്കെ എടുത്തു, ഒന്ന് റെസ്റ്റൊക്കെ എടുത്തു കേട്ടോ. അങ്ങനെ അവിടെ കുറച്ച് നേരം ഇരുന്ന് എല്ലാവരും കൂടെ റെസ്റ്റൊക്കെ എടുത്തിട്ട് പിന്നെ നേരത്തെ നമ്മൾ വണ്ടിയിലോട്ട് കയറുവാണ്. ഇനിയിപ്പോൾ നമ്മൾ അടുത്തത് പോകുന്നത് നമ്മുടെ മണ്ണാറശാല ക്ഷേത്രത്തിലോട്ടാണ് കേട്ടോ. ഇവിടുന്ന് അധികം ദൂരമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മളുടെ എത്തിയേ ഇത് മണ്ണാറശാല നാഗരാജ ക്ഷേത്രം കേട്ടോ. എന്ത് സ്പേസ് എന്നറിയാം അമ്പലത്തിൽ, നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ. മൊത്തം ഇങ്ങനെ മരങ്ങളും കാടും ഒക്കെ ആയിട്ട് നല്ല സൗണ്ടാട്ടോ ഇവിടെ ചീവീടിൻ്റെ. ഇങ്ങനെ നമ്മൾ മണ്ണാറശാല അമ്പലത്തിൽ വന്നിട്ടുണ്ട്. ഇപ്പം അത് ഇവിടെ വന്നപ്പോഴത്തേക്കും നിറയെ ആളായി, തിരക്കായി. നേരം വെളുത്ത് വരുവാണല്ലോ. നമ്മളിനി മണ്ണാറശാലയിലോട്ട് കയറാൻ പോവാം. ഇത് ഇവിടുത്തെ നിറച്ചും ആമയൊക്കെ ഉള്ളൊരു കുളമാണ് കേട്ടോ. ഇവിടെ വന്നിട്ടില്ലാത്തവർ ഈ വീഡിയോയിലൂടെ കാണാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ കണ്ടോ കേട്ടോ. നല്ല ഭംഗിയാണ് ഇവിടെ വന്നാൽ കേട്ടോ. ഫുള്ള് ഇങ്ങനെ ഒരു സൗണ്ടുകളാണ്, ചീവീടിൻ്റെ പോലത്തെ സൗണ്ടുകളൊക്കെ.
അപ്പോൾ ഇത് നമ്മൾ അവിടെ കണ്ട ഒരു അട്ട കേട്ടോ. ഈ അട്ട നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്, വീട്ടിലിവിടെ അവിടെ പരിസരത്തൊക്കെ നടക്കുന്നതാണ്. പക്ഷെ ഇതിന് ഭയങ്കര നീളം കേട്ടോ. വീഡിയോയിൽ നമുക്ക് അത്രയും തോന്നത്തില്ല, ഭയങ്കര നീളത്തിലുള്ള അട്ടയായിരുന്നേ. അപ്പോൾ അതിനെ കണ്ടപ്പോൾ ഭയങ്കര ഒരു കൗതുകം തോന്നി, അതാട്ടോ അതിൻ്റെ ഒരു വീഡിയോയും കൂടെ എടുത്തത്. അങ്ങനെ നമ്മൾ അവിടെ എല്ലാം തൊഴുതിറങ്ങി. അപ്പം അച്ഛനും ആദ്യക്കുട്ടനും കൂടെ പ്രസാദത്തിന് എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നേ, അപ്പോൾ അത് വാങ്ങാൻ പോയി. പ്രസാദം കിട്ടി. ആദ്യക്കുട്ടനും അച്ഛനും കൂടെ പ്രസാദം മേടിക്കാൻ അകത്ത് പോയപ്പോഴല്ലോ തിരുമേനി ആദ്യക്കുട്ടനൊരു പഴം കൊടുത്തു കേട്ടോ. അപ്പോൾ അവൻ അതാ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ മണ്ണാറശാല ക്ഷേത്രത്തിലും തൊഴുതു കേട്ടോ. പണ്ട് ആദ്യക്കുട്ടനെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഞങ്ങളിവിടെ വന്നതാ. അങ്ങനെ അത് തൊഴുതു. ഇനിയിപ്പോൾ നേരെ നമ്മൾ അമ്പലപ്പുഴയ്ക്ക് പോവുകയാണേ. അപ്പം ഞങ്ങളിത് ഇവിടെ ഒന്ന് നോക്കിയാൽ നമുക്ക് വണ്ടിക്കകത്ത് വെക്കാം. ഒരു ഗണപതിയുടെ വിഗ്രഹം വേണം, പ്രതിമ വേണമായിരുന്നു. അപ്പം അത് നോക്കിയിട്ട് അത് കിട്ടിയില്ല. ആയിക്കോട്ടാ, കേറിക്കോ, വാ. ഞങ്ങളങ്ങനെ മണ്ണാറശാല ക്ഷേത്രത്തിൽ തൊഴുത് ഇറങ്ങിയ കേട്ടോ. ഇടദിവസം ആയിരുന്നുകൊണ്ട് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ നന്നായിട്ട് കൊണ്ട് തൊഴാനൊക്കെ പറ്റി. ഇപ്പൊ ഞങ്ങള് നേരെ അമ്പലപ്പുഴയിലേക്ക് പോകുക. ഇവിടുന്ന് അധികം ദൂരം ഇല്ലെന്ന് തോന്നുന്നു, ഇനിയൊരു 10 മിനിറ്റ് കൂടെ ഉള്ളൂ. ഇനിയിപ്പം അമ്പലപ്പുഴയില് പോവുക. അങ്ങനെ ഹരിപ്പാടമ്പലത്തിൽ നമ്മൾ തൊഴുതിറങ്ങി കഴിഞ്ഞുള്ളൊരു ഭാഗം കേട്ടോ ഇത്. അപ്പം അവിടെ വീഡിയോ ഒന്നും അധികം എടുക്കാൻ പാടില്ലെന്ന് ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം പിന്നെ നമ്മൾ അവിടെ വീഡിയോ ഒന്നും എടുത്തില്ല. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ല, നമുക്ക് കാറിനകത്ത് വെക്കാണ്ട് ഒരു ഗണപതി ഭഗവാന്റെ രൂപം വേണമേ. അപ്പം നമ്മൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയതാ. അപ്പം ഇതാണ് ആദ്യമേ നമ്മൾ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അത് കഴിഞ്ഞ് വേറൊരെണ്ണം കിട്ടി കേട്ടോ. അതായിരുന്നു കേട്ടോ എടുത്തത്. പിന്നുണ്ടല്ലോ അവിടെ ഇഷ്ടംപോലെ നല്ല ഐശ്വര്യമുള്ള മുഖമുള്ള കൃഷ്ണന്റെ പ്രതിമകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്നും നമ്മൾ മേടിച്ചില്ല കേട്ടോ. പിന്നെ അതേണ്ട ഈ കുഞ്ഞു ഗണപതിനെയാണ് എടുത്തത്. അതിന് 450 രൂപ വിലയാണ്. അത് ഓടാ സാധനം, അതുകൊണ്ടാണ്. പിന്നെ ഞാൻ അവിടെ ഇരുന്ന് ആ കൃഷ്ണന്റെയും രാധയുടെ ഒരു കുഞ്ഞു ക്യൂട്ടായിട്ടുള്ളതായിട്ടോ എടുത്ത് നോക്കിയത്. മേടിച്ചൊന്നുമില്ല, ചുമ്മാ നോക്കിയത്. ആ സമയത്ത് ആദ്യക്കുട്ടൻ്റെ അപ്പുറത്ത് കടയിൽ നിന്ന് ഒരു ട്രെയിൻ സെറ്റ് ആട്ടോ ഇന്ന് മേടിച്ചത്. അപ്പം എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു സാധനം എവിടെ പോയാലും മേടിപ്പിക്കും. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു കയറിയപ്പോൾ ഒരു അപ്പൂപ്പനാണെങ്കിൽ ഉണ്ണിയപ്പം വെക്കാൻ വന്നേ. അപ്പം ആ അപ്പൂപ്പൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങൾ മേടിച്ചത്. ഇനി നമ്മൾ അടുത്തതായിട്ട് തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തിലാണ് പോകുന്നത്. അവിടെ ഫസ്റ്റ് ടൈം ഞങ്ങൾ അച്ഛൻ പോയിട്ടുണ്ട്, ബാക്കി ഞങ്ങളെല്ലാവരും ആദ്യമായിട്ട് പോകുക. അപ്പൊ ആദ്യക്കുട്ട നല്ല ഉറക്കമാ. ഇനി ആദ്യക്കുട്ടനെ ഏൽപ്പിക്കണം. അമ്പലം എത്താറായിട്ടുണ്ട്. നല്ല ഉറക്കമാ. അപ്പൊ ഇനി അങ്ങോട്ട്. അപ്പം ഇത് നമ്മുടെ തിരുവല്ലയിലെ ശ്രീവല്ലഭ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് പോർഷനാണ്. അവിടുന്ന് ഇത്രയും വീഡിയോ എടുത്തുള്ളൂ. പിന്നെ നമ്മൾ നേരെ ഇതേണ്ട ആറന്മുള അമ്പലത്തിൽ ചെന്നിട്ടുണ്ട്. അവിടുന്ന് വേറെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇതാ ഒരു ഫ്രണ്ട് പോർഷൻ മാത്രം. അങ്ങനെ ഞങ്ങള് 5 അമ്പലങ്ങളിൽ കവർ ചെയ്തല്ലേ. 5 അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചേ. അപ്പം ഞങ്ങൾ 4:30 ആയപ്പോൾ ഇറങ്ങി. 5 അല്ലേ? 5 അമ്പലത്തിൽ പോയി. 6 അമ്പലത്തിൽ പോയോ? അതെ 6 അമ്പലത്തിൽ പോയേ. ആ, അപ്പം ഞങ്ങള് ആറന്മുളയിലും തൊഴുതിറങ്ങി കേട്ടോ. മൊത്തം ഞങ്ങൾ ഇന്ന് 6 അമ്പലത്തിൽ പോയിട്ടുണ്ട്. 6 അമ്പലത്തിൽ ഇന്ന് പ്രാർത്ഥിച്ചു. ഫസ്റ്റ് ടൈമായിട്ട് ഇത്ര അമ്പലത്തിൽ അടുപ്പിച്ചു പോകുന്നത്. അപ്പൊ ഇനി നമ്മൾ 4:30 ആയപ്പോഴത്തേനും ഇറങ്ങിയത്. ഇപ്പം സമയം എത്രയായിരുന്നു? 5 ആയോ? 5 മണി ആവാറായിരുന്നു ഇറങ്ങിയപ്പം. ഇപ്പൊ 11:45 ആയി സമയം. അപ്പം നമ്മള് ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല. ഇനിയിപ്പം നേരെ എവിടെയെങ്കിലും കയറി ഫുഡൊക്കെ കഴിക്കാം.
ഫുഡ് കഴിക്കാൻ നേരെ കടയുടെ വാതിക്കെ ചെന്ന് കാറിൽ നിന്ന് ഇറങ്ങും. എൻ്റെ ചെരുപ്പ് പൊട്ടിപ്പോയി കേട്ടോ. എന്നെ പറയാനോ ചെരുപ്പ് പിന്നെ അങ്ങനെ ഒരു ഉപകാരം ചെയ്തു. ഇത്ര നേരം പൊട്ടിയിട്ടുണ്ടായിരുന്നില്ല, ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനുമാ. അങ്ങനെ ഇത് നമ്മൾ കയറി അമ്മ ഊണായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞങ്ങളെല്ലാവരും പൊറോട്ടയും വെജിറ്റബിൾ കറിയും ആയിരുന്നു. അപ്പോൾ പൊറോട്ടയ്ക്ക് പിടിച്ചിട്ട് വെയിറ്റ് ചെയ്യണമല്ലോ. അതുകൂട്ടനൊക്കെ വിശന്ന് തിരിക്കുക. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് വണ്ടിയിൽ കയറിയിട്ടുണ്ട്. ഇനി നേരെ തിരിച്ച് വീട്ടിലോട്ട് പോയി കിടന്ന് ഉറങ്ങണം കുറേ നേരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ബൈ.